ഇല്ല, ഞാനല്ല. ഇത് കള്ളക്കേസാ സാറേ. ആ വീഡിയോ ആനി അലക്സ് കെട്ടിച്ചമച്ച കേസ് സാരമായി കൊന്ന അവളാ. അതൊക്കെ നിങ്ങൾ കോടതി തെളിച്ചാൽ മതി. അതൊക്കെ എനിക്കൊന്നും അറിയില്ല. ഇത് അവള് കളിച്ച കളിയാടാ. നിന്റെ ചേച്ചി ആനി, അവള് നിന്നോടുള്ള കണക്ക് തീർത്തതാ. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ പുഷ്പം പോലെ ഊരും. അവളെ തളയ്ക്കാനുള്ള വിദ്യയൊക്കെ എന്റെ കയ്യിലുണ്ട്. തൽക്കാലം മോൻ ഇവരുടെ കൂടെ പോ. വക്കീലിനെ കൊണ്ട് ഞാനങ്ങ് വന്നേക്കാം. നടക്കണം. അപ്പോഴേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. എന്റെ കൊച്ചിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വാരിയിട്ടാണുണ്ടല്ലോ, കടുങ്കാട്ടിൽ വർഗീസിന്റെ തനിക്കോളം താൻ കാണും. ഞാനല്ല, എനിക്കൊന്നും അറിയത്തില്ല. ചേച്ചി വീഡിയോ ആര് പറഞ്ഞിട്ടല്ലേ നീ അവളെ കൊന്നത്? പറയാൻ. ഞാനല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നീ ജീവനോടെ പുറത്തു പോവില്ല. എനിക്കൊന്നും അറിയില്ല. എന്നെ ചവിട്ടുക. ആര്? അതെ ഞാനും പറഞ്ഞുള്ളൂ. അവള് നിന്നെ ചതിച്ചു. എല്ലാ സംരക്ഷണവും വാഗ്ദാനം ചെയ്ത് നിന്നെ കൊണ്ട് വൃത്തികേട് കാണിപ്പിച്ചിട്ട് അവള് നിന്നെ കൈയൊഴിഞ്ഞു. ഇനിയെങ്കിലും പറയണം, നീ എങ്ങനെ അവളെ കൊന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അല്ല കൊന്നതെന്ന്. പറയുന്നോടാ. എഴുന്നേക്കണം. കുറച്ച് വെള്ളം കൊണ്ടെങ്കിൽ പിന്നെ വായിലിട്ട് ഒഴിച്ചു കൊടുക്ക. സ്റ്റേഷനിൽ വന്ന് സൽക്കാരം മേടിച്ചിട്ട് വെള്ളം കൊടുത്തില്ലെന്നുള്ള പരാതി വേണ്ട. കുടിക്കണം. ഇവിടെ കുടിക്കാൻ നീ അനുഭവിക്കില്ലല്ലേ? നിന്നെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. ഇനി നീ പറയണ്ട, കഥ ഞാൻ പറയാം. നീ അവളെ മൃഗീയമായി കൊന്ന കഥ. ഞാനല്ല. നീ തന്നെയാണ്. വീട്ടുവേലക്കാരിയായി വന്ന 18-കാരിയോട് നിനക്ക് പ്രണയം തോന്നി. പിന്നെ തോന്നാൻ പാടില്ലാത്തതൊക്കെ തോന്നി. നീ അവളോട് മനസ്സ് പറഞ്ഞു, അവളെ എതിർത്തു. ഒരിക്കൽ വീട്ടിൽ ആരുമില്ലാതിരുന്ന ഒരു ദിവസം നീ അവളെ കടന്നു പിടിച്ചു, മാനഭംഗപ്പെടുത്തി. അവൾ ഗർഭിണിയായി. അവൾ ഗർഭിണിയായി. നീ അവളെ അബോർഷന് നിർബന്ധിച്ചു. അവൾ കൂട്ടാക്കില്ല. നീ അവളെ വിവാഹം കഴിക്കണമെന്ന് അവൾ വാശി പിടിച്ചു. വിവരം വീഡിയോ അറിഞ്ഞു. ഇനി ചെവി അറിയാതെ അവളെ കൊന്നുകളയാൻ വീഡിയോ നിന്നോട് പറഞ്ഞു. നീ അനുസരിച്ചു. ചേച്ചി പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. പറഞ്ഞതും പറയാത്തതും ചെയ്തു. ഒരിക്കൽ കൂടി ആശ തീർത്ത ശേഷം അവളെ നീ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് പേജിക്കുളത്തിൽ കൊണ്ടിട്ടു. എനിക്കറിയില്ല. ചവിട്ടി കൊന്നാലും ഇതാ സംഭവിച്ചത്. ഇതാ സത്യം. ഇതാ നിന്റെ മൊഴി. സർ, ഇവൻ കുറ്റം സമ്മതിച്ചു സർ. സംഘർഷം മുറുകുമ്പോൾ